ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ആക്ച്വലി BMW 2019 തോന്നുന്നു X7 ഫസ്റ്റ് ഒരു 200 യൂണിറ്റ് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ, ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. ഇങ്ങനെയുള്ളൊരു BMW ഫസ്റ്റ് ടൈമാണ്. കാരണം ഇതിൻ്റെ ഷീർ സൈസ്, നേരത്തെയുള്ള നമുക്കൊരു വലിയൊരു BMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി SUV കാറ്റഗറിയിൽ X6 ആയിരുന്നു. പക്ഷേ X6-നേക്കാളും വലിയൊരു SUV ആയിട്ട് ഈ ഒരു ഷീർ സൈസോട് കൂടിയിട്ട് X7-നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡായി. വാട്ട് ഈസ് ആക്ച്വലി ദ റീസൺ? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ 200 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നല്ല പൊടി പോലെ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു 1 മാസത്തിൽ 2 മാസത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ ബുക്കിങ്സ് വന്നു. സോ എന്താണ് BMW X7? നമ്മളിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് BMW X7 40i ആണ് കേട്ടോ. അതായത് പെട്രോൾ വേരിയൻ്റ് ആണ്. സോ പെട്രോൾ വേരിയൻ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷീർ സൈസ് ഉള്ളത് കാരണം എനിക്ക് പലപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ BMW-ന് ആ ഒരു BMW-ൻ്റെ ക്യാരക്ടർ, അതായത് BMW ഡ്രൈവിംഗ് ഡൈനാമിക്സ് അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയമായിരുന്നു. അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എങ്ങനെയുണ്ട് വെഹിക്കിൾ ഓൾ ടുഗദർ എന്ന് പെട്ടെന്നൊരു വീഡിയോയിൽ കാണാം. സോ വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ പിറ്റ് സ്റ്റോപ്പ് വീക്കിലിൽ ഉണ്ടാവും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു. സോ ദ മെജസ്റ്റിക് X7 എന്ന് തന്നെ പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് X7 ലോഞ്ച് ചെയ്തപ്പോൾ എന്തിനാണ് BMW-ന് ഇത്ര വലിയൊരു വെഹിക്കിൾ എന്ന് തോന്നി. സോ ഇത് ആക്ച്വലി മസ്റ്റായിരുന്നു. ഇത് എന്തുകൊണ്ട് ലേറ്റായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നേരത്തെ നമുക്ക് X6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. X6 കഴിഞ്ഞിട്ട് ഇപ്പോൾ X7 വന്നപ്പോൾ എത്ര വലിയൊരു സക്സസ്ഫുൾ ആണെന്നറിയോ. ഇത് ആക്ച്വലി മെഴ്സിഡീസ് GLS-നെക്കാളും കൂടുതൽ വിറ്റുപോകുന്നത് X7 ആണ്. GLS-നെക്കാളും കേട്ടോ, മേബാക്കിനെക്കാളും അല്ല, GLS-നെക്കാളും. GLS മേബാക്ക് നല്ല രീതിക്ക് ഹൈ പ്രൊഫൈൽ VIP പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, ബിസിനസ്മാൻ അങ്ങനെയുള്ള ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് GLS. പക്ഷേ X7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിൽ നോക്കുമ്പോൾ GLS-നെക്കാളും വിറ്റുപോകുന്നത് X7 ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോഞ്ച് ചെയ്ത് 2019 ലോഞ്ച് ചെയ്തിട്ട് വിത്തിൻ ഒരു 2 മാസത്തിൽ തന്നെ 200 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബുക്ക്ഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ യൂണിറ്റ്സ് BMW കൊണ്ടുവരികയാണ് ചെയ്തത് റിക്വയർമെൻറ്റ്സിനനുസരിച്ച്. സോ ഫസ്റ്റ് അവരൊരു ട്രയൽ പോലെയായിരുന്നു ചെയ്തത്. സോ ആക്ച്വലി ഇത്രയും വലിയൊരു വെഹിക്കിളിൽ നമുക്ക് ഫസ്റ്റ് ഡിസൈനിൽ തുടങ്ങാം. ആക്ച്വലി ഫസ്റ്റ് തിങ്, ഇതിൻ്റെ മാസീവായിട്ടുള്ള സൈസാണ്. കണ്ടില്ലേ, ഒരു 1.5 സൈസാണ്, ഒരു ഭീമൻ സൈസാണ് എന്ന് തന്നെ പറയണം. ഇതിൻ്റെ അത്യാവശ്യം വലിയ വീൽ ബേസും ഓൾമോസ്റ്റ് നമുക്കൊരു 5 മീറ്റേഴ്സോളം ലെങ്ത് വരുന്ന ഒരു വെഹിക്കിളാണ് BMW-ൻ്റെ X7. സോ ആക്ച്വലി ഈ വെഹിക്കിളിലാണ് ഈ ഗ്രില്ല് ആക്ച്വലി സ്യൂട്ട് ആവുന്നത്. ഇത്ര വലിയൊരു ഗ്രില്ലാണെങ്കിൽ പോലും പക്കായിട്ട് സ്യൂട്ട് ആവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ X7 ആണ്. ഈവൻ 7 സീരീസിന് പോലും ഇത്രത്തോളം സ്യൂട്ട് ആവുന്നില്ല. കാരണം 7 സീരീസ് ബീങ് എ ലിമോസിൻ, അതിന് ഗ്രില്ല് ആക്ച്വലി ഇത്രത്തോളം സ്യൂട്ട് ആവുന്നില്ല. X7 ആണ് ബെസ്റ്റായിട്ട് സ്യൂട്ട് ആവുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആണ്. ഇതൊരു ഫേസ് ലിഫ്റ്റഡ് മോഡലാണ് കേട്ടോ. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ആണ്. ഇത് ഏത് വെഹിക്കിളാണെങ്കിലും ബോഡി കളർ വേറെ. ഇവിടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നത് കണ്ടില്ലേ. ബോഡിയുടെ താഴെ, ബമ്പറുടെ താഴെയും കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് റീവർക്ക് ചെയ്തിട്ടുള്ള ബമ്പറാണ് ഫേസ് ലിഫ്റ്റിൽ വരുന്നത് കേട്ടോ. താഴെ നമുക്ക് റഡാർ കാണാൻ പറ്റും. ഇവിടെ റഡാർ ഉണ്ട്, ഇവിടെ സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല് കണ്ടില്ലേ, ഗ്രില്ല് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺഡ് ആണ്. ഇത് ഓപ്പണും ക്ലോസും ആവും. പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ്, ഈ ഒരു DRLs അടിപൊളിയായിട്ടുണ്ട്. ഇത് തന്നെ X7-ൽ വരുമ്പോൾ നമ്മുടെ ആ ക്രിസ്റ്റൽ DRLs ആണ്. അപ്പോൾ ഇതാണ് വണ്ടി, ഇതാണ് മുതൽ. ഒരു അടിപൊളി ഹെവി സാധനമാണ്. അമേസിങ് റോഡ് പ്രസൻസ് ആണ്. കാരണം BMW-ന് ഇത്രത്തോളം റോഡ് പ്രസൻസ് തരുന്നൊരു വെഹിക്കിൾ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അത് X7 വന്നപ്പോൾ ആ ഒരു കാറ്റഗറി ടിക്കായി എന്ന് തന്നെ പറയണം. സോ ഇതിൻ്റെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ കോണ്ടിനെൻ്റൽ ടയേഴ്സാണ് വരുന്നത്. ബ്ലൂ ബ്രേക്ക് കാലിപ്പേഴ്സോട് കൂടിയിട്ട് 285 സെക്ഷൻ 45/21 ഇഞ്ച് വീൽസ് ആണ്. മാസീവ് വീൽസ് ആണ്. കണ്ടില്ലേ, നല്ല സ്റ്റൈലിഷ് BMW-ൻ്റെ നമുക്ക് വളരെ എന്താ പറയുക, പരിചയമുള്ള രീതിക്കുള്ള ഒരു അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ ചെറിയൊരു സൈഡ് സ്റ്റെപ്പൊന്നും അല്ല, പക്ഷേ സൈഡ് സ്റ്റെപ്പ് പോലെ അവർ കൊടുത്തിരിക്കുകയാണ് ആക്ച്വലി വെഹിക്കിളിന്. എയർ സസ്പെൻഷനാണ് ആസ് യൂഷ്വലി. ബാഡ്ജിങ് വരുന്നുണ്ട്. കിറ്റുള്ള വെഹിക്കിൾ ആയത് കാരണം സൈഡിൽ നമുക്ക് ഇവിടെ ക്യാമറാസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമേസിങ് റോഡ് പ്രസൻസ് ആണ് കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഒരു അത്യാവശ്യം വലിയൊരു വെഹിക്കിളാണ്. GLS-ആയിട്ട് എങ്ങനെ നോക്കിയാലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിളാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ പെട്ടെന്നൊന്ന് തീർക്കാം. എത്ര വലിയ ഡോറാണെന്ന് കണ്ടോ. ഇത് കണ്ടില്ലേ, ഡോറിൻ്റെ സൈസ് തന്നെ ഭയങ്കര വലിയ ഡോറാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഗ്രസ് വളരെ എളുപ്പമാണ്. സെക്കൻഡ് റോയിലോട്ട് മാത്രമല്ല, തേർഡ് റോയിലോട്ട് പോകാനുള്ള ആ ഒരു സ്പേസും
വളരെ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. ഈവൻ ഫ്രണ്ട് ഡോറും അത്യാവശ്യം വലിയ ഡോർസാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വീൽസും സെയിം നമ്മുടെ 21 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇനി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ BMW LED ഹെഡ് ലാംപ്സ്, അതുപോലെ തന്നെ X-Drive 40i. നമ്മൾ ഓടിക്കുന്ന പെട്രോളാണ് കേട്ടോ, ഡീസലല്ല. പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. X7 ബാഡ്ജിങ്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് ആണ്. ബൂട്ട് ഡോർ സ്പ്ലിറ്റ് ഡോർസ് ആണ് X5 വരുന്നത് പോലെ. ഇത് നമുക്ക് ക്വാഡ് എക്സോസ്റ്റ് പൈപ്പാണ് കേട്ടോ. അതായത് ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം, എല്ലാം ഒറിജിനലാണ് കേട്ടോ. സോ ക്വാഡ് എക്സോസ്റ്റ് പൈപ്പാണ്. ഇനി നമുക്ക് ബൂട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് ഇത് തുറക്കും, എന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതും തുറക്കും. എല്ലാം ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. പിന്നെ ഈ ഒരു സ്വിച്ച് കണ്ടില്ലേ, ഈ ഒരു സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ വണ്ടി ഇങ്ങനെ താഴും. അതായത് ഇതൊരു പിക്നിക് ടേബിൾ പോലെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിളുടെ എയർ സസ്പെൻഷൻ്റെ ലോവസ്റ്റ് പോയിന്റിലോട്ട് വെഹിക്കിൾ പോയി സെറ്റ് ആവും. വെഹിക്കിൾ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നുണ്ടോ, കണ്ടില്ലേ, ലോവസ്റ്റ് പോയിന്റിൽ സെറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീലും ഇതും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ, വളരെ കുറവാണ്. സോ ഈ ഒരു ടേബിൾ ആക്സസ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കാം, മുകളിലോട്ട് പോകുമോ എന്ന് പ്രസ് ചെയ്ത് നോക്കാം. യെസ്, വെഹിക്കിൾ ഹൈറ്റ് തിരിച്ചതേ കണ്ടില്ലേ, വെഹിക്കിൾ ഹൈറ്റ് തിരിച്ച് ഹയസ്റ്റ് പൊസിഷനിലോട്ട് പോകുന്നുണ്ട്. ഹയസ്റ്റ് പൊസിഷനിലല്ല, നോർമൽ പൊസിഷനിലോട്ട് പോകുന്നുണ്ട്. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ചസ് ആണ് ഇവിടെ ബൂട്ടിൽ. ബൂട്ട് സ്പേസ് ആക്ച്വലി ഇവിടെ ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഇത് ആക്ച്വലി യൂസബിൾ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. 300 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 3rd റോ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, 2 റോവും ഫോൾഡ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കലി തന്നെ. നമുക്കിനി ഇത് ഒന്ന് ചെയ്യാം. ഇതും 3rd റോ ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറ്റ്സ് ഫ്രണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടാണ് 3rd റോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ആവുന്നത്. കണ്ടില്ലേ, അതായത് പക്ക ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് റോ സെക്കൻഡ് റോ സീറ്റ്സ് ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് 3rd റോ അൺഫോൾഡ് ആവുന്നത്. കാരണം ഹെഡ് റെസ്റ്റ് ഒന്നും തട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അത്രയ്ക്ക് അടിപൊളി ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ ഹെഡ് റെസ്റ്റിൻ്റെ ഇത് നോക്കുമായിരുന്നു. ഓക്കെ, ഹെഡ് റെസ്റ്റ് നമ്മൾ മാനുവലി ചെയ്യണം, പക്ഷേ ഫോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം ഫോൾഡ് ആവും ഹെഡ് റെസ്റ്റ്, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് റെസ്റ്റ് തിരിച്ച് അൺഫോൾഡ് ആവുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. സെക്കൻഡ് റോ ഫ്രണ്ടിലോട്ട് പോയി, 3rd റോ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ 2 റോയും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2000 ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? സോ അപ്പോൾ അത് ആക്ച്വലി ഭയങ്കര യൂസബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം പ്രസ് ചെയ്താൽ മതി, 2 തവണ പ്രസ് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തെ ഡോർ ക്ലോസ് ആവും, എന്നിട്ട് മുകളിലത്തെ ഡോർ ക്ലോസ് ആവും. സോ ഇത് ആക്ച്വലി ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ക്രോസ് കൺട്രി ഡ്രൈവ്, എവിടേക്കെങ്കിലും പോയി നല്ലൊരു പിക്നിക് സ്പോട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇത് ടേബിളായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പൊതുവേ ലാൻഡ് ക്രൂസറിൽ കണ്ടിട്ടുള്ളതാണ്. ലാൻഡ് ക്രൂസറിൽ മാത്രമല്ല X5 BMW X5ലും നമ്മൾ ഇതേ ഓപ്ഷൻസ് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. സോ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഓൾ റൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ വലിയ ഡോസാണ്. സോ ഇൻഗ്രസും പുറത്ത് വരാനും എല്ലാം അടിപൊളിയാണ്. ഇവിടെ എംബാഡ്ജിങ്ങിൻ്റെ കുറച്ച് ചളിയുണ്ട്. ഞങ്ങൾ ചെറിയ ഹില്ലിലൊക്കെ ഡ്രൈവ് പോയതാണ്. അടിപൊളി സീറ്റ്സ് ആണ് എന്ന് എടുത്തു പറയണം. സീറ്റ് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. i7 പോലെയല്ല, അതെ അടിപൊളി പ്ലഷ് സീറ്റ്സ് ആണ്. പിന്നെ സൺറൂഫിൻ്റെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട, ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. വണ്ടിയുടെ ഉള്ളിൽ തന്നെ പൊതുവെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഉള്ളിൽ കയറിയിരിക്കാം. ഒരു പ്ലസൻറ്റ് ആയിട്ടുള്ളൊരു സംഭവം ആയിക്കോട്ടെ. ഉള്ളിൽ കയറിയിരുന്നു. സോ ഇതാണ് ഇൻറ്റീരിയേഴ്സ്. അടിപൊളി ഇൻറ്റീരിയേഴ്സ് അല്ലേ, എങ്ങനെയുണ്ട്?
സോ സീറ്റ്സ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. ഡാഷ്ബോർഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഡാഷ്ബോർഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് സ്ക്രീൻസ് ആണ്. സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്, പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. കേർവ്ഡ് സ്ക്രീൻ കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 14 ഇഞ്ചും ഇത് ഏകദേശം ഒരു 12 ഇഞ്ചിന്റെ സംതിങ് ഒക്കെയാണ് വരുന്നത്. സോ അടിപൊളി സെറ്റപ്പ് ആണ്. സ്ക്രീനിൽ ഒരു ബട്ടൺസും വരുന്നില്ല. മാനുവൽ ബട്ടൺസ് ആയിട്ട് വോളിയമും ഈ ഒരു AC കൺട്രോളും മാത്രമേ വരുന്നുള്ളൂ. ഇത് ഇവിടെ കാണുന്നുണ്ടോ X7 എന്ന് പറഞ്ഞിട്ട് ഒരു ആരോത്തിന്റെ ഒരു ലൈറ്റിംഗ് ആണ്. ഈ നൈറ്റ് ടൈം അതിന്റെ ലൈറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വലിയ ഡോർ മാത്രമല്ല കേട്ടോ സ്പെഷ്യാലിറ്റി, വലിയ സൈഡ് പോക്കറ്റ്സും ആണ്. ഇവിടെ വലിയൊരു ബോട്ടിൽ വെക്കാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും. ലൈറ്റ്സിന്റെ കൺട്രോൾസ് ഇവിടെ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ BMW നല്ല വലിയൊരു ഡാഷ് ആണ് വരുന്നത്. സോ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് റോ ആണ്. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒരു USB ചാർജിങ് പോർട്ട്, ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ്. ഇത് കണ്ടില്ലേ, ഫോൺ വെക്കുന്നത് ഇവിടെയാണ്. വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ കീ കേട്ടോ, അതായത് ഡിജിറ്റൽ കീ കാർഡ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ആദ്യം കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് ഒരു iDrive കൺട്രോൾ നോബ് വരുന്നുണ്ട്. ഇതാണ് എയർ സസ്പെൻഷൻ്റെ സെറ്റിംഗ്. ഇപ്പോൾ ഈ കണ്ടില്ലേ, അതായത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലോട്ട് സെറ്റ് ചെയ്യാം. അത് കുറച്ച് ടൈം എടുക്കും, അതാണ് ഈ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ബ്ലിങ്ക് സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിലോട്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമുക്കിവിടെ വരുന്നത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഇക്കോ പ്രോ കംഫർട്ട് സ്പോർട്ട് മോഡ് ഡ്രൈവ് സെലക്ട് ചെയ്യാൻ, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് വരുന്നുണ്ട്. ഗിയർ നോബ് കണ്ടില്ലേ, അതിൻ്റെ വലിയൊരു ഫാൻ അല്ല കേട്ടോ ഞാൻ. എനിക്കൊരു മാനുവൽ വലിയൊരു ഗിയർ നോബ് എന്നെ വേണമായിരുന്നു, നേരത്തെ ഇരുന്നത് പോലെ BMW എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ അത് എവിടെയാണ് വരുന്നത്. അതും ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. സോ എൻറ്റയർ കാറിൻ്റെ ഒരു ലേഔട്ട് ഇങ്ങനെ ആക്കി മാറ്റി. എനിക്ക് ഈ ഗിയർ നോബ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇനി ഒരിക്കലും അത് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റായിട്ടുള്ളൊരു ലേഔട്ടായിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റർ ടണൽ കാണാൻ പറ്റും. ഒരു സ്വിച്ചസും ഇല്ല, കണ്ടില്ലേ. സോ അത് ആക്ച്വലി കുറച്ച് ചെറിയ ഒരു പോയിന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ്, കാരണം ക്ലൈമറ്റ് കൺട്രോൾസ് ഒക്കെ ഇതിൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു iDrive കൺട്രോളർ സെറ്റപ്പ് അടിപൊളിയാണ്. അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ. അതായത് i7 വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് റോ സീറ്റ്സ്, ഹോൾ റോ സീറ്റ്സ്, ഷോ സീറ്റ് സെറ്റിംഗ്, ലെഫ്റ്റ് സീറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സീറ്റ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു സ്വിച്ചും കൂടെ വരുന്നുണ്ട്, റിയർ എന്ന് പറഞ്ഞിട്ട്. റിയർ സീറ്റിന് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കേട്ടോ, ഞാനതൊന്ന് കറക്റ്റായിട്ട് നോക്കട്ടെ. സീറ്റ് കംഫർട്ട്, ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓക്കെ, ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് പൊസിഷൻ ഇവിടെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. സെക്കൻഡ് റോ സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സീറ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവം വരാത്തതെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. സീറ്റ് ഓപ്പറേറ്റിംഗ് ടിപ്സ് ഒന്നും വേണ്ട. സീറ്റ് ക്ലൈമറ്റ് കൺട്രോൾ, ഓക്കെ, സീറ്റ് ക്ലൈമറ്റ് കൺട്രോളും ഈ AC കൺട്രോളിൽ തന്നെ ഇവിടെ തന്നെ വരുന്നുണ്ട്. വെന്റിലേഷനും കൂളിംഗ് ഓപ്ഷൻസും വരുന്നുണ്ട്, വെന്റിലേഷനും ഹീറ്റിംഗ് ഓപ്ഷൻസും വരുന്നുണ്ട്. അതാണ് സീറ്റ് കൺട്രോളിൻ്റെ കാര്യം. മറ്റേത് ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ, ഈ ഒരു ഓപ്ഷനിലൂടെ. ഞാനത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ ഈ സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് റോ സീറ്റ്സിൽ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹോൾ റോ സീറ്റിൽ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ എവിടെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഡ്രൈവർ സീറ്റാണ് മാറുന്നത് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ. ഇത് ഞാൻ പ്രസ് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു മറ്റേ കളർ ഇങ്ങനെ മാറുന്നുണ്ടല്ലോ. അപ്പോൾ ടച്ച് സെൻസിറ്റീവും കൂടിയാണ്. ഈവൻ ഫിസിക്കൽ ബട്ടൺസ് ആണെങ്കിൽ പോലും അതിലൊരു ടച്ച് സെൻസർ വരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ ഫോർ ഹോൾ സീറ്റ്സ്, റിമോട്ട് കൺട്രോൾ ഹോൾ റോ സീറ്റ്സ്, ഓക്കെ. പക്ഷെ ഇതിൻ്റെ കൺട്രോൾസ് എവിടെ വരുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ, സോറി. പക്ഷേ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് കേട്ടോ, അത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹോൾ റോ, ലോഞ്ചിറ്റ്യൂഡിനൽ ഹൈറ്റ്, എന്തൊക്കെ ഓപ്ഷൻസ് അതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇഷ്ടംപോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഇതിൽ തന്നെ നമുക്ക് ബാക്ക് സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എക്സാക്ട്ലി എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല, മേ ബി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കിട്ടും. BMW മെസ്സേജസ്, ഓണർ ഹാൻഡ് ബുക്ക്, ഡ്രൈവ് റെക്കോർഡർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ കാണുക തന്നെ വേണം കേട്ടോ.
ഒരു ഒന്നൊന്നര ഡ്രൈവ് റെക്കോർഡറാണ് ആക്ച്വലി. അലോ റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ടൈപ്പ് സ്പോട്ട് റോ ഡാറ്റ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ, ഇത് ആക്ടിവേറ്റ് മാനുവൽ ആസ് റെക്കോർഡിംഗ് ടൈപ്പ് അണ്ടർ സെറ്റിംഗ് ടു സ്റ്റാർട്ട് എ ന്യൂ റെക്കോർഡിംഗ്. ഓക്കെ, ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അത് കുറേ സെറ്റിങ്സ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ബേസിക്കലി ഞാൻ പറയാനുള്ള ഉദ്ദേശിച്ചത് നല്ല അടിപൊളി ക്യാമറയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്, കണ്ടില്ലേ? സോ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, അടിപൊളി ക്യാമറയാണെന്ന് തന്നെ പറയണം. ഇതിൽ തന്നെ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറാസ്, ഈ സൈഡ് ക്യാമറാസ്, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 3D വ്യൂ അവൈലബിൾ ആണ്. ഓൾ ടുഗദർ ഒരു 3D വ്യൂ കണ്ടില്ലേ? ഇങ്ങനെ ഓരോ ആംഗിളിലും നമുക്ക് ഈ 3D വ്യൂ കണ്ടില്ലേ? നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, എത്ര ക്രിസ്പായിട്ടാണെന്ന് നോക്കൂ ഇതിൻ്റെ ഒരു സംഭവം വർക്കൗട്ട് ആവുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. സോ അത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പനോരമിക് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. പനോരമിക് വ്യൂ എങ്ങനെ, അസിസ്റ്റഡ് വ്യൂ ഇങ്ങനെ. ഓക്കെ ഫൈൻ. സോ ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ട് റോയിൽ ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രാജകീയമായ ഒരു റോഡ് പ്രസൻസ് മാത്രമല്ല, ഡ്രൈവിംഗ് പൊസിഷനും നല്ല ഹൈറ്റിലുള്ളൊരു വെഹിക്കിൾ ആയത് കാരണം നല്ല അടിപൊളി ഡ്രൈവിംഗ് പൊസിഷൻ തരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് BMW-ൻ്റെ X7 ട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. സോ ദ ബാഡ് ആസ് സെക്കൻഡ് റോ അത് നമുക്കൊന്ന് നോക്കാം. സോ ബാഡ് ആസ് സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് 2 സീറ്റ് ഞാൻ 2 സീറ്റിംഗ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് മാക്സിമം ടിൽറ്റും മാക്സിമം പുറകിലോട്ട് വന്നിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. സെക്കൻഡ് റോൻ്റെ ബോസ് ചെയർ മോഡ് മാക്സിമം നമുക്ക് ഇത്രേ ടിൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രസ് ചെയ്താൽ ഇനി ആവില്ല. ഇവിടെ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാക്സ് ആണ്. ഇനി ഇതിൽ കൂടുതൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൽ വരണ്ട, അറിയാതെ മറ്റേ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ. ഇതാണ് മാക്സ് കേട്ടോ. ഇതിൽ കൂടുതൽ ഈ ഒരു സീറ്റ് ടിൽറ്റ് ആവില്ല. അതൊരു ഏകദേശം ഒരു നോർമൽ പൊസിഷനാണെന്ന് പറയാം. സോ ഫ്രണ്ട് സീറ്റ്സ് ആക്ച്വലി ഭയങ്കര പുറകിലോട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്ക് ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് കയറാം. ഓക്കെ, സോ ഇതാണ് സീറ്റിംഗ് പൊസിഷൻ. രാജകീയമായ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നല്ല വലിയ ഡോർസാണ് കേട്ടോ. എത്ര വലിയ ഡോറാണെന്നുള്ളത് നമ്മൾ ഇരുന്ന് നോക്കിയാലേ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു ചാർജിങ് പോർട്ടാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഒരു വല്ലതും വേണമെങ്കിൽ നമുക്ക് ഹുക്ക് പോലെ വല്ലതും വെക്കാനും പറ്റും. അങ്ങനെ ഉള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്രോം ഫിനിഷ്, ഇവിടെ നമുക്കൊരു സീറ്റ് ബാക്ക് പോക്കറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട് 2 സൈഡിലും. അതായത് ഇത് ആക്ച്വലി ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ പോയിട്ട് ഇതിൽ 6 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫ്രണ്ടിൽ 2 സോൺ, ഇവിടെ 2 സോൺ ആയില്ലേ. പിന്നെ ഇവിടെ മൊബൈൽ വെക്കാനുള്ളൊരു ചെറിയൊരു പാഡ്, ഇവിടെ സെൻറ്റർ ടണലിലായിട്ട്, സെൻറ്റർ കൺസോളിലായിട്ട് നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ്, എഗെയിൻ ഒരു 12 വോൾട്ട് സോക്കറ്റും 2 C ടൈപ്പ് ചാർജിങ് പോർട്ടും. എഗെയിൻ നമുക്ക് ഇവിടെയും ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് കേട്ടോ. സോ എത്ര ചാർജേഴ്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഗംഭീരമായ ഒരു സീറ്റിംഗ് പൊസിഷനും ഹാൻഡ് റെസ്റ്റും ഒക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ 6 സീറ്റർ കോൺഫിഗറേഷനിലുള്ള അതാണ് നോക്കുന്നത്. ഇതിൽ തന്നെ ബെഞ്ച് സീറ്റ്സ് വരുന്ന കോൺഫിഗറേഷനും അവൈലബിൾ ആണ് കേട്ടോ. സോ ബെഞ്ച് സീറ്റ്സും അവൈലബിൾ ആണ്. 6 സീറ്റർ ഇൻഡിവിജ്വൽ ബക്കറ്റ് സീറ്റ്സിൻ്റെ കോൺഫിഗറേഷനും അവൈലബിൾ ആണ്. പക്ഷേ ഇതാണ് എക്സ്ട്രീംലി കംഫർട്ടബിൾ കേട്ടോ. ഈ പില്ലോ ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനൊക്കെ അടിപൊളിയാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക, വെന്റിലേഷൻ ഓപ്ഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഗംഭീരമായൊരു സൺറൂഫ് കണ്ടില്ലേ? ഈ സൺറൂഫ് ഇത് ആക്ച്വലി ഇതിൽ ലൈറ്റ് വരും. അതായത് നൈറ്റ് ടൈം നമ്മൾ ആംബിയൻറ്റ് ലൈറ്റിംഗ് ഉണ്ടല്ലോ, അത് സൺറൂഫിൽ വരെ വരും. സോ അങ്ങനെയുള്ള ഒരു സംഭവം കൂടെ അവൈലബിൾ ആണ്. ഇതാണ് പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് വ്യൂ കേട്ടോ. അത് കണ്ടോളൂ. ഇനിയിപ്പോൾ കംപ്ലീറ്റ് വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഫ്രണ്ട് വ്യൂ. അങ്ങനെ പുറകിലോട്ട് വന്നു. ആക്ച്വലി ഈ സീറ്റ് കുറച്ച് പുറകിലാണ് കേട്ടോ. ഇതിനേക്കാളും ഇഷ്ടം പോലെ, എന്നിട്ട് പോലും എത്ര സ്പേസ് എന്ന് കണ്ടില്ലേ? ഇത്രത്തോളമാണ് സ്പേസ് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്സസ് ചെയ്യാം. അതായത് തേർഡ് റോവും കൂടെ ആക്സസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് സെക്കൻഡ് റോൻ്റെ കാര്യം. ഈ തേർഡ് റോ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തേർഡ് റോ ആക്സസ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആകുമോ അതോ ഒരു നോർമൽ പൊസിഷനിലോട്ട് വന്നു?
ഓക്കെ, ഫോൾഡ് ആവില്ല, പക്ഷെ ഒരു നോർമൽ പൊസിഷനിലോട്ട് വന്നു കേട്ടോ. പക്ഷേ അത് ഇവിടെ 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, അതായത് തേർഡ് റോയിലുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 സ്വിച്ചസ്, കണ്ടില്ലേ? സോ ഇൻ കേസ് ഇവിടെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് നോക്കാം നമുക്ക്. Nothing is happening. Oh my goodness. ഇവിടെ ഓക്കെ, ഇത് തേർഡ് റോൻ്റെ ആണ് കേട്ടോ, സെക്കൻഡ് റോൻ്റെ ഫോൾഡ് ചെയ്യാനല്ല, ഇത് തേർഡ് റോൻ്റെ സ്വിച്ചസ് ആണ്. സോ ഇവിടെ ഇരിക്കുന്നവർക്ക് തേർഡ് റോ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഫൈൻ. സോ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഈ സെക്കൻഡ് റോനെ ഫോൾഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 1 ടച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ്സ് സ്ലൈഡ് ആവും കേട്ടോ. ഫ്രണ്ട് സീറ്റ് സ്ലൈഡ് ആയിട്ട് 1 ടച്ചാണ്, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് ആണ്. ബാക്കി ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട് നമുക്ക് സെക്കൻഡ് റോയിലോട്ട് കയറാനായിട്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതിൽ സൈഡ് ഡോർസിൽ, സെക്കൻഡ് റോൻ്റെ സൈഡ് ഡോർസിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് നമുക്ക് താഴോട്ടും ആക്കാൻ പറ്റും. അതായത് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട് കേട്ടോ, അതെ കണ്ടില്ലേ? ഈ ബ്ലൈൻഡ്സും നമുക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. തേർഡ് റോയിൽ വരുന്ന സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം ഇത് ഈ റോൻ്റെ സൺറൂഫ്, ഇത് തേർഡ് റോൻ്റെ സൺറൂഫ്, കണ്ടില്ലേ? ആ ഓപ്ഷൻസ് അടക്കം ഇവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. സോ ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം ഇവിടെ നിന്ന് ചെയ്യാം. സോ സുപ്രീം അല്ലേ, കംഫർട്ടബിളും ഓപ്ഷൻസും ടെക്കും എല്ലാം അടിപൊളിയല്ലേ X7-ല്. ഓക്കെ, ഇത്രയാണ് മാക്സിമം നമുക്ക് സ്പേസ് വരുന്നത് കേട്ടോ. ഇനി ഇത് വലിയൊരു ഡോസ് ആയത് കാരണം നമുക്ക് കയറാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ ഈ സീറ്റിംഗ് വെഹിക്കിളിൻ്റെ പൊസിഷൻ ഹൈയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ഡിഫിക്കൽട്ടി തോന്നുന്നത്. വെഹിക്കിളിൻ്റെ പൊസിഷൻ ലോയിലും കൂടെ വയ്ക്കാം. 1 2 ഓക്കെ. ലെവൽ ചേഞ്ച് ഇപ്പോൾ പോസിബിൾ അല്ല, ഡോർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല, നോ പ്രോബ്ലം. സോ നമുക്ക് ജസ്റ്റ് വെഹിക്കിളിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇത് അൺഫോൾഡ് ചെയ്യുന്നത് ഇലക്ട്രിക്കലി അല്ല കേട്ടോ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തേർഡ് റോയിൽ അധികം ഇരുന്ന് ട്രാവൽ ചെയ്യാറില്ല, പക്ഷേ ഏത് തേർഡ് റോ ഉള്ള വെഹിക്കിൾ ആണെങ്കിലും ഞാൻ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സ്പേസിൻ്റെ കാര്യം നോക്കും. സോ അങ്ങനെ നോക്കുന്ന ഒരു രീതിക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഇത് മോസ്റ്റ് കംഫർട്ടബിൾ തേർഡ് റോ സീറ്റ്സ് എവർ എന്ന് തന്നെ എടുത്തു പറയണം. സോ ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള 2 സ്വിച്ചസ്, ഇത് ആക്ച്വലി മിഡിൽ റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് 2 സൈഡിലും. പിന്നെ നമുക്ക് ഒരു ലിവർ വരുന്നുണ്ട്, ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും ഒരു ലിവറും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് റോയിൽ വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള തേർഡ് റോ ആണ്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെ ഈ സീറ്റ് ഇതിപ്പോൾ ബാക്ക് ടു പൊസിഷനിലോട്ട് വരികയാണ്. നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ കംഫർട്ടബിൾ ആണ്. ഇത്രത്തോളം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ഒന്നും അല്ല. പിന്നെ എസ്പെഷ്യലി ഈ ഒരു മിഡിൽ സീറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് കാല് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും. സോ ആക്ച്വലി സ്പീക്കിംഗ്, ലോങ് ഡ്രൈവിന് തേർഡ് റോയിൽ ഇത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ വേറൊരു ഈ ഒരു ലക്ഷറി സൈഡിലുള്ള ഒരു SUV ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണെന്ന് തന്നെ എടുത്തു പറയണം. ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്നറിയോ, റൂഫിൽ ഇവിടെ നമുക്കൊരു AC കൺട്രോൾസ് വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു സോൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ സോണാണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ടോട്ടൽ 5 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് BMW X7-ൽ വരുന്നത്. സോ ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് സോണ്, ഇവിടെയാണ് ഇതിൻ്റെ AC വെൻസ് വരുന്നത് കേട്ടോ, 2 സൈഡിലും റൂഫ് മൗണ്ടഡ് ആയിട്ട് സൈഡിൽ. പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൺറൂഫാണ്. ഇവിടെ ചെറിയൊരു സൺറൂഫ് കൂടെ നമുക്കിവിടെ BMW പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൺ ബ്ലൈൻഡ്സ് നമുക്ക് ജസ്റ്റ് തുറക്കുകയാണെങ്കിൽ ഇങ്ങനെ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറക്കില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് തുറക്കില്ല.
പക്ഷേ ഒരു ലൈറ്റ്, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ഒരു എയറി ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. നല്ല നൈറ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എയറി ആയിട്ടുള്ളൊരു ക്യാബിൻ്റെ ഒരു ഫീലും നല്ലൊരു ഫീലും കിട്ടും. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു തേർഡ് സൺറൂഫ് കൂടെ BMW പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആക്ച്വലി X7 ഓടിക്കുകയാണ്. X7 ഓടിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആക്ച്വലി ഒരു ബാഡ് ആസ് BMW നമുക്ക് അത്യാവശ്യമായിരുന്നു എന്നുള്ളത്. കാരണം X5 ഒന്നും ഇത്രയ്ക്കൊരു എന്താ പറയുക, ഒരു നമുക്കൊരു ഡ്രൈവർ സെൻട്രിക് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വ്യൂ കിട്ടുന്നില്ല. നമുക്കൊരു ഇത്രയും ഹൈറ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ അല്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ റോഡ് പ്രസൻസ് ഉള്ളൊരു വെഹിക്കിൾ അല്ല. അത് ഓടിക്കുമ്പോൾ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ സൈസ് നമുക്ക് ഫീൽ ആവുമെങ്കിൽ പോലും കുറച്ച് ഡൈനാമിക് ആയിട്ട് ഓടിക്കുമ്പോൾ ഇത് വളരെ ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ സിറ്റിക്കകത്ത് ഓടിക്കാനാണെങ്കിലും കുറച്ച് ഈസി തന്നെയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു വെഹിക്കിളൊന്നും അല്ല X7 ഓടിക്കാൻ. 5.1 മീറ്ററേക്കാളും 5.1 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 3100 മീറ്റർ, 3.1 മീറ്റേഴ്സ് വീൽ ബേസും. എന്നിട്ട് പോലും ഇത് ആക്ച്വലി സർപ്രൈസിംഗ്ലി അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. വളരെ ലൈറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. ആക്ച്വലി ഒരു ബാഡ് ആസ് 6 സീറ്റർ വേണമായിരുന്നു നേരത്തെ എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം X6 ആയിരുന്നു ഇതിന് മുമ്പ് കുറച്ച് വലിയൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. X5-നേക്കാളും ഒരു X6 കൂപ്പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് ആക്ച്വലി വലിയ വെഹിക്കിൾ ആയിരുന്നെങ്കിൽ പോലും ഒരു 4 സീറ്റർ എന്നേ പറയാൻ പറ്റുള്ളൂ, 5 സീറ്റർ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ് ഫാമിലി ലഗേജ് എല്ലാം ലോഡ് ചെയ്തിട്ട് പോവാം. ഞാനിപ്പോൾ എന്തിനാ ഞാനിപ്പോൾ ആക്ച്വലി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഹിൽസിലാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ, ഞാൻ ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഓടിക്കാം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി സ്പീക്കിംഗ് ഇക്കോ മോഡിലിടുമ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു സെറ്റപ്പ്. ഇനിയിപ്പോൾ ഏത് രീതിയിലുള്ള ചെറുകിട ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് സസ്പെൻഷൻ സെറ്റപ്പ് മാറ്റിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഓടിച്ചു പോവാം. നല്ല അടിപൊളി പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് തരുന്നത്. ഇതിപ്പോൾ കുഴിയിലും മേട്ടിലും ഒക്കെ ഓടിക്കുകയാണെങ്കിലും അത്യാവശ്യം പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് തരുന്നത്. ഞാൻ ഇനി ഇതിൻ്റെ ജസ്റ്റ് ലോഞ്ച് കാണിച്ചു തരാം. ലോഞ്ച് അല്ലേ മെയിൻ. 5.8 സെക്കൻഡ്സിൽ 100 എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണ്ടേ. സോ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. ഒരു സ്ട്രേറ്റ് സ്ട്രെച്ച് വരുമ്പോൾ നമുക്ക് ലോഞ്ച് കാണിക്കാം. എഞ്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോഡ് നെയിം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കോഡ് നെയിം B58 എന്നാണ് ഇതിൻ്റെ എഞ്ചിൻ കോഡ് നെയിം. 3 ലിറ്റർ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 580 BHP പവറും 340 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് 380 BHP ഓഫ് പവറും അതുപോലെ തന്നെ 540 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് നമുക്ക് X7 വരുന്നത്. ഇതിൽ തന്നെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവും കൂടെ ഉണ്ട് കേട്ടോ. മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം 12 BHPയും 200 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പവർ ഫിഗേഴ്സ്. നമുക്ക് സ്പോർട്ട് മോഡിലിടാം. എന്നിട്ട് നമുക്ക് S1-ൽ M ഇടാം. എന്നിട്ട് മാക്സിമം ലോഞ്ചാണ് കേട്ടോ. ഇത്രയും വലിയ സൈസുള്ള വെഹിക്കിളാണെന്ന് ആലോചിക്കണം. റെഡി? MT റോഡാണ്. RPM. Oh my goodness. Oh my God. എൻ്റെ ദൈവമേ, ഏത് BMW ആണെങ്കിലും അതൊരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് ഇത്ര വലിയ വെഹിക്കിൾ ആണെങ്കിൽ പോലും ഞാൻ ഈ ടേൺ ചെയ്യുമ്പോൾ പറയുന്ന സ്ഥലത്ത് ടേൺ ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓഫ് കോഴ്സ് ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ആവും, പക്ഷെ വൺസ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ്, മൈ ഗോഡ്, ഇതിൻ്റെ സൈസുമായിട്ട് ഒന്ന് ശീലിച്ചാൽ മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആരും X7 വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഓടിക്കില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു BMW നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങളും കിടപ്പ് വശമൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമല്ലോ. ഓ ഗുഡ്നസ്, മാനുവൽ മോഡിൽ ഇടുമ്പോൾ റെവ് ലിമിറ്റർ ഹിറ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ആവുന്നില്ല കേട്ടോ. വാട്ട് എ കാർ, വാട്ട് എ ബീസ്റ്റ്. സോ എക്സ് ഡ്രൈവ് ആയത് കാരണം മാക്സിമം ട്രാക്ഷൻ ഉണ്ട്. ഒരു രീതിയിലും വെഹിക്കിൾ കയ്യിൽ നിന്ന് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നില്ല.
സീരിയസ്ലി ഓസം മെഷീൻ ടു ഡ്രൈവ്. ഓക്കെ, സോ 5.8 seconds to 100 എന്ന് പറയുന്നത് ആക്ച്വലി ചെറിയൊരു കാര്യമൊന്നുമല്ല. അത്യാവശ്യം ഗുഡ്നസ്, വാട്ട് എ കാർ എന്ന് തന്നെ പറയണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു പ്രോപ്പർ ഇതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ക്രോസ് കൺട്രി ഡ്രൈവിംഗ് തന്നെ ഓടിക്കണം. ഇതൊക്കെ ഹൈവേയിൽ ബ്ലാസ്റ്റ് ചെയ്ത് ഓടിക്കാനാണ്. ഒരു രീതിയിലും സ്ലോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും, ഫാമിലി ലോഡ് ചെയ്ത് ഓടിക്കാൻ പറ്റും, ലഗേജസ് മാക്സിമം ലോഡ് ചെയ്യാം. സച്ച് എ പ്ലഷ് കാർ. ഇനി സിറ്റിക്കകത്ത് ഓടിക്കാനാണെങ്കിൽ ഞാൻ ഇന്നലെ ഫുള്ള് സിറ്റിക്കകത്തായിരുന്നു കേട്ടോ. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അറിയാതെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. പെട്രോൾ ഇസ് എ പെട്രോൾ മാൻ. പെട്രോളിന്റെ എൻജിൻ നോട്ട് കേൾക്കുന്നുണ്ടോ? മൈ ഗോഡ്, ഈ X7 ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ലവ് BMW. ഞാനിനി BMW കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് നെഗറ്റീവ് ഇല്ലാതെ ഒന്നും പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ആക്ച്വലി ബ്ലഡി ഗുഡാണ് വെഹിക്കിൾ, അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലൊക്കെ ഞാനത് പറയും, ഇനി അങ്ങനെ വിചാരിക്കരുത്. സോ സച്ച് എ ലവ്ലി മെഷീൻ ടു ഡ്രൈവ്. ആക്ച്വലി ഇങ്ങനെയൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി പ്ലഷ് ആയിട്ട് ഒരു കംഫർട്ട് മോഡിലിട്ടിട്ട് ഇക്കോ പ്രോയിലിട്ടിട്ട് വളരെ കൂളായിട്ട് ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഞാൻ ഇന്നലെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ പക്ക ട്രാഫിക് ആയിരുന്നു ഗുർഗാവണിലൊക്കെ. പക്ഷെ ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ഞാൻ ഓടിച്ചത്. സോ ഭയങ്കര പ്ലഷ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്, അതിൽ സംശയമൊന്നുമില്ല. സോ സച്ച് എ ലവ്ലി മെഷീൻ. വേറെ കൂടുതലൊന്നും പറയാനില്ല. BMW ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതേപോലെ ഒരു മെർസിഡീസ് ലെവൽ കംഫർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമുണ്ട്. സോ നിങ്ങൾക്ക് എന്താ പറയുക, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ് X7 പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് എടുത്തു പറയുന്നു ഞാൻ ഒന്നുകൂടെ. സോ ഈ കാണുന്നതൊക്കെ G20 സമ്മിറ്റിന് BMW പ്രൊവൈഡ് ചെയ്ത കാസാണ് കേട്ടോ. ഒരുപാട് കാസുണ്ട്. BMW iX ഒരു 30 കാറെങ്കിലും ഇവിടെ ഉണ്ടാവും. സോ ഫൈനലി നമ്മുടെ BMW X7 ഓടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു കാറിന് BMW ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയമായിരുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി എല്ലാ BMW ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓഫ് കോഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റ് ഫീൽ ആവും കുറച്ചൊക്കെ. പക്ഷേ ആക്ച്വലി ഇത്ര വലിയ വെഹിക്കിളാണെന്നൊന്നും ഫീൽ ആവില്ല കേട്ടോ. നിങ്ങൾ സ്പോർട്ടി ആയിട്ട് ടേണിങ്സിലൊക്കെ ഓടിക്കുമ്പോഴാണ് ഇത് വലിയൊരു വെഹിക്കിളാണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ആവുക. പക്ഷേ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ മെർസിഡീസിൻ്റെ GLS എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഓടിക്കുകയാണെങ്കിലും വലിയൊരു വെഹിക്കിളാണെന്ന് പറഞ്ഞ് ഫീൽ ആവും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. സ്ട്രെയിറ്റ് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾ ആ വെഹിക്കിൾ അങ്ങനെ ഒത്തു കൂടിയിട്ട് നിങ്ങളുടെ ഒപ്പം വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. സോ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് BMWന്. അറ്റ്മോസ്റ്റ് കംഫർട്ട് തരുന്ന സെക്കൻഡ് റോ ആണ്. ചെറിയ പോയിന്റ്സ് മിസ്സിംഗ് ആണെങ്കിൽ പോലും സെക്കൻഡ് റോയിൽ മസാജും വെന്റിലേഷൻ സീറ്റ്സും മസ്റ്റായിട്ട് വേണമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതാണോ GLS ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഏതാണോ ബെറ്റർ അതാണ് ബെറ്റർ. സോ GLS എന്ന് പറഞ്ഞാൽ ഒരു മെർസിഡീസ് ഫീല് കിട്ടുന്ന ഒരു പ്ലഷ് 3 റോ SUV, ബിഗ് ബാങ് SUV നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ GLSലോട്ട് പോവാം, മെർസിഡീസ് ഫീലിന് കേട്ടോ. പക്ഷേ ഡ്രൈവിംഗ് ഡൈനാമിക്സും വേണം, മെർസിഡീസ് ഫീലും വേണം, ആ ഒരു പ്ലഷ് റൈഡും വേണം. ഒരു ജൈജാൻറ്റിക് 3 റോ 6 സീറ്റർ SUV ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ടു X7. സോ എൻ്റെ അഭിപ്രായത്തിൽ GLSനേക്കാളും വിറ്റുപോകുന്നത് X7 ആണ് കേട്ടോ. പല കാരണങ്ങളുണ്ടാവും. പക്ഷേ അടിപൊളി ഡിസൈനും അടിപൊളി റോഡ് പ്രസൻസും ഗ്രില്ല് സ്യൂട്ട് ആവുന്നത് ആക്ച്വലി BMW X7 മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി ഡ്രൈവിംഗ് ഡൈനാമിക്സും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷൻസ്, പിക്നിക് ടേബിൾസ്, 3 റോ SUV കംപ്ലീറ്റ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും, അടിപൊളി സൺറൂഫ്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്ലഷ് കംഫർട്ടും ടെക് ലോഡഡും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് BMWൻ്റെ ഒരു ക്യാരക്ടർ റീറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് X7. സോ എൻ്റെ അഭിപ്രായത്തിൽ ഏതാ ബെറ്റർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മെർസിഡീസ് ഫീൽ വേണമെങ്കിൽ GLS എടുത്തോളൂ, അല്ലെങ്കിൽ X7 എടുത്തോളൂ. കാരണം ഡ്രൈവ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് തന്നെയല്ലേ. ക്രോസ് കൺട്രി ഡ്രൈവിങ്ങിന് പറ്റിയൊരു വെഹിക്കിളാണ് BMW X7 എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ പിറ്റ് സ്റ്റോപ്പ് വീക്കിലിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. ഞാനപ്പോൾ എൻ്റെ വീഡിയോ അവസാനിച്ച് പിക്നിക് ടേബിളിൽ നിന്ന് ഇറങ്ങി ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ആക്ച്വലി ഇവിടെ പ്രസ് ചെയ്താൽ മതി, എല്ലാം കൂടെ ക്ലോസ് ആയിക്കോളും. താങ്ക് യു സോ മച്ച്. ബൈ.